ഇടുക്കി ജില്ലയിലാണ് ഈ മനോഹരമായ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. കുമളിയിൽ നിന്നും ഏകദേശം 38 കിലോമീറ്റർ അകലെയാണ് പാഞ്ചാലിമേട്. നല്ല തണ്ണി ദേറായിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ പിന്നീട് എത്തിച്ചേർന്ന സ്ഥലമാണ് പാഞ്ചാലിമേട് എന്ന് പറയുന്ന മനോഹരമായ ഈ ഒരു പ്രദേശം. മഞ്ഞിൽ കുളിർന്ന ഒരു കാഴ്ചയാണ് പാഞ്ചാലിമേട്ടിൽ എത്തിച്ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ലഭ്യമായത്. മഞ്ഞ് ഏവർക്കും ഹൃദ്യമായ ഒരു അനുഭവം പകർന്നു നൽകുന്നതാണ്. ഞങ്ങളും അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുത്ത് ഇത് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് പാഞ്ചാലിമേട് എന്ന് പറയുന്ന ഈ ഒരു വിനോദ സഞ്ചാര കേന്ദ്രത്തിലേക്ക് വരുന്ന അവസരത്തിൽ ഇത്രമാത്രം മോടി പിടിപ്പിക്കുകയോ ഇത്രമാത്രം ആകർഷകത്വം തുളുമ്പുന്ന രീതിയിലുള്ള കാഴ്ചകൾ ഒന്നും നമുക്ക് ലഭ്യമായിരുന്നില്ല. ഇന്ന് ഏറെ മനോഹരമായ രീതിയിൽ ഒരു വിനോദ സഞ്ചാരികളെ ആകർഷിക്കുവാൻ പറ്റാവുന്ന രീതിയിലുള്ള നല്ല നല്ല ക്രമീകരണങ്ങൾ കമാനം പോലും മാറ്റങ്ങളോടുകൂടി നമുക്ക് കാണുവാൻ സാധിക്കും. പാഞ്ചാലിമേടില് എത്തിച്ചേരുന്നവർക്ക് യഥേഷ്ടം ദീർഘസമയം ചെലവഴിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ധാരാളം ക്രമീകരണങ്ങളാണ് ഈ അടുത്ത കാലത്തായിട്ട് വിനോദ സഞ്ചാര കേന്ദ്ര ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ചെയ്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിൽ ഭൂരിഭാഗം പേരും ഈ അടുത്ത കാലത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നവ്യമായ ഒരു അനുഭവമാണ് ഈ മഞ്ഞിൽ കുളിർന്ന ഈ ഒരു പ്രദേശം സമ്മാനിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സഞ്ചാര കേന്ദ്രം വരുന്ന അവസരത്തിലൊക്കെ ഇത്രമാത്രം മോടിയായിട്ടുള്ള ക്രമീകരണങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ അയവറക്കുകയാണ്. എങ്കിലും ഞങ്ങൾക്ക് ലഭ്യമായ സൗകര്യങ്ങളൊക്കെ ഈ മഞ്ഞിൽ കുളിർന്ന ഈ ഒരു മോടിയായ സമയത്ത് ഞങ്ങൾ നല്ല രീതിയിൽ ആസ്വദിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ രംഗം പോലും അവൾ അയവറക്കുന്നത്. ആ ഒരു നല്ല കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ പാഞ്ചാലിമേട് എന്ന് പറയുന്ന കവാനത്തിന് മുമ്പിൽ നിന്ന് നല്ല ഒരു ഫോട്ടോ സെക്ഷൻ നടത്തിയതിന് ശേഷമാണ് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയായത്.